ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ ഇന്ന് രാവിലെ 7 മണിയാവുമ്പോൾ മഞ്ചേശ്വരം ഹൗസ് ബോട്ടിൽ പോവാണ്. റഷീദാൻ്റെ ചങ്ങായിമാരായിട്ട് ഒരു യാത്ര. അതിന് ഞാനും കൂടി പോയതാണ്. അതിൻ്റെ വിശേഷങ്ങൾ നോക്കാം. എല്ലാ സ്റ്റുഡൻസും ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ ഓരോരു ഇതും കളിയും തമാശകൾ പറയലും എല്ലാം കൂടിയിട്ടുണ്ടായി. അതിൽ എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചറും ഉണ്ടായി. പിന്നെ എൻ്റെ കോളേജിൽ പഠിച്ച ഒരു സ്റ്റുഡൻറ്റും ഉണ്ടായി, എന്നെ സീനിയർ ഉണ്ടായേ. അപ്പോൾ ഞങ്ങളൊരു കോളേജിൻ്റെ വിശേഷങ്ങളെല്ലാം പറയുന്നുണ്ടായി. കുറേ കാഴ്ചകളുണ്ടായി ഹൗസ് ബോട്ടിൽ പോകാനും. രാവിലെ അതിൽ കയറിയാൽ 3:30-4 മണി വരെ കൊണ്ടുക്കിക്കും. ഒരു 10 മണിയാകുമ്പോൾ കയറിയാൽ. പിന്നെ ഫുഡെല്ലാം അവിടെ നിന്ന് തന്നെയാണ് കഴിച്ചത്. പിന്നെ കുട്ടികളെ കളിയും എല്ലാം ഉണ്ടായിരുന്നു. ഇതൊരു പാട്ട് പാടുന്നുണ്ടായി. അതിൻ്റെ വീഡിയോയും എൻ്റർടൈൻമെൻറ്റ് അതാണ് പറയാനുള്ളത്. അതാണ് ഇതിലുണ്ടായിരുന്നത്. എന്നാലും നല്ല രസമുണ്ടായിരുന്നു. ഉമ്മമാരെ കളിയും പിന്നെ ബോയ്സിൻ്റെ കളിയും പിന്നെ കുട്ടികളെ കളിയുമായിട്ട് അങ്ങനെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാണ്. പിന്നെ ഒരു 11 മണിയാകുമ്പോൾ ചായ ഉണ്ടായിരുന്നു. ചായക്ക് പഴംപൊരിയും നല്ല ചായയായിരുന്നു. അങ്ങനെ അതും കഴിച്ച് പിന്നെ കുറേ ഫോട്ടോസ് എടുത്തു. അങ്ങനെ പിന്നെ കുറേ കളിക്കാനുണ്ടായ ആ ബോട്ടിൽ തന്നെ ഒരു റൂമും ഉണ്ടായിരുന്നു. പിന്നെ ബാത്റൂം അങ്ങനെയായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നീല ഡ്രസ്സിട്ട കുട്ടിയാണ് ജയിച്ചത്. അങ്ങനെ പിന്നെ കുറച്ച് വെള്ളത്തിൻ്റെയും ബോട്ടിൻ്റെയും എല്ലാം വീഡിയോസ് എടുത്തു. അവിടെ മീൻ പിടിക്കാൻ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ടായി വേറെ ഒരു ബോട്ടിൽ. അങ്ങനെ അതും കണ്ടു. പിന്നെ ഇത് മീൻ വളർത്തുന്ന കൃഷി ഏരിയ ഉണ്ട്, അതിൻ്റെയും കുറച്ച് വീഡിയോസ് അങ്ങനെയെല്ലാം എടുത്തു. പിന്നെ അത്രയൊക്കെ തന്നെയാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണേ. ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യണേ. വെയിലത്ത് വെള്ളം ഇങ്ങനെ ഒളിയുന്ന പോലെ തോന്നില്ലേ? നല്ല രസമുണ്ടായിരുന്നു കാണാൻ. സമയം പോയതേ അറിഞ്ഞിട്ട. അത്ര സമയം എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചോണ്ടേ ഈ ബോട്ടിൽ. പക്ഷെ സമയം തേഞ്ഞതേ ഇല്ല. ഈ കുട്ടിയും അതുപോലെ പാട്ട് പാടിയായിരുന്നു. പിന്നെ അതിൻ്റെ ബാക്കിൽ ഇരുന്നിട്ടുള്ള ആ കുട്ടിയും നന്നായി പാട്ട് പാടി. പിന്നെ ഇതിലൊരു റഷീദാനൊരു ചങ്ങായി ഉണ്ടായി. അവർ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ടായി. ആരും ഞാൻ കാണിച്ചുതരാം. ദൈവരാന്ന് ഇവർ നന്നായി പാട്ട് പാടുന്ന ആളാണ്. നല്ല പാട്ട് പാടിയിട്ടുണ്ടായി. ഞാൻ പറഞ്ഞില്ലേ 11 മണിയാകുമ്പോൾ ചായയും പഴംപൊരിയും ചായയും ആയിരുന്നു. നല്ല അവർ തന്നെ ഉണ്ടാക്കിയ പഴംപൊരിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായി. ഞാനെല്ലാവരും പരിചയപ്പെട്ടു. എല്ലാവരും ജോലിയുള്ള ആൾക്കാരാണ്. ഇപ്പോൾ കുട്ടിയൊക്കെ ആയതുകൊണ്ട് ജോലിക്ക് പോകുന്നില്ല. കുറേ ആൾ ഇപ്പോഴും പോകുന്നുണ്ട്. ഇപ്പോൾ ഒരൊക്കെല്ലാം വന്നിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും ഡാൻസ് കളിക്കാനൊന്നുമില്ല. ഒക്കെ എല്ലാം നാണക്കേടാണ്. ഡാൻസ് കളിക്കാൻ എൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ട് അവളെല്ലാവരും നോക്കുന്നുണ്ടായി. കളിക്കാൻ പോയിട്ടാ അവസാനം ഒരു പാട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അവളെ സ്കൂളിൽ നിന്ന് തന്നെ പഠിപ്പിച്ച പാട്ട് പാടിന് ലാസ്റ്റ്. ആ വീഡിയോ ലാസ്റ്റായിട്ടുണ്ട്.
ഇയാൾ തന്നെയാണ്. ആ ചേട്ടനാണ് നന്നായി പാട്ട് പാടുന്നുണ്ട്. മറ്റേ മോഹൻലാലിൻ്റെ ഒരു പാട്ടില്ലേ ഇപ്പം, താങ്കടക്കത്തില്ലെന്തെല്ലാം, ആ പാട്ടെല്ലാം നന്നായിട്ട് പാടുന്നുണ്ട്. പിന്നെ ഏത് സോങ്ങായിരുന്നു നന്നായിട്ട് പാടി. പിന്നെ കുട്ടികളും അതിനൊന്നിച്ച് ചുവട് വെക്കുന്നുണ്ട്, നന്നായി കളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മീൻ പിടിക്കാൻ പോകുന്നുണ്ട് വല ഇതാക്കിയിട്ടാണ്, അത് ഇപ്പോഴാണ് പോകുന്നുണ്ടായേ. വീഡിയോക്ക് മുന്നേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, വീഡിയോ വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിലൊരു ടീച്ചറിനെ കണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു 9 7 8 സോഷ്യോളജി പഠിപ്പിക്കാൻ വന്നതാണ്, സോഷ്യൽ സയൻസ് പഠിപ്പിക്കാൻ വന്നതാണ്, സോറി. അപ്പോൾ മറ്റേ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ട്രെയിനിങ് കഴിഞ്ഞിട്ട് പോകുമല്ലോ, ഒരു 2 മാസത്തെ ട്രെയിനിങ്ങിനല്ലേ വരൂ. അപ്പോൾ പോയിട്ടാകുമ്പോൾ നല്ലോണം സങ്കടമായി. അപ്പോൾ ആ ടീച്ചറിനെ ഒരിക്കലും കൂടി കണ്ടിട്ടാകുമ്പോൾ സന്തോഷമായി. പിന്നെ അമ്മ ഫോട്ടോ എല്ലാം എടുത്തു, നമ്മളെ ഗ്രൂപ്പിലേക്കെല്ലാം അയച്ചു കൊടുത്തു. തീപിടിക്കൊണ്ട് തീ കൊടുത്താൽ ഉല്ലാസ പൂത്തിരി പച്ച പരിഷ്കാരി വച്ച മലയാളി മുതലാളി മദ്യം മന്ദിരാശി പാടെടുത്ത വായാടി വാക്കെടുത്ത വാക്കി പോരെടുത്ത പോരത്തേക്ക് നോക്കേണ്ടതാണ്. ഇടതുഭാഗത്ത് മീൻ കൃഷിയുണ്ട്. മീൻ കൃഷി ഞാനൊരു മീൻ കൃഷി. പിന്നെ ഇവിടെ കുട്ടികളെല്ലാം കളിക്കുന്നെല്ലാം ഉണ്ടായി. ഇസ്ബ താഴെത്തി നോക്കുന്നുണ്ട്, അവരെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടുന്ന് അവളും കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫുഡിൻ്റെ സമയമായി. ഇലയിൽ പയറ് വരവ്, അതെന്തപ്പോൾ വെളുത്തത് കിച്ചടിയാണെന്ന് തോന്നുന്നു, പച്ചടി. പിന്നെ കോഴി വറവ്, പിന്നെ ഇത് അവിയൽ. അങ്ങനെ ഋഷിച്ചാന്ന് അച്ചാറിടുന്നത്. ഋഷിച്ച പറയുന്നുണ്ട് ഇല മാത്രം കാണിച്ചാൽ മതിയാ, വിളമ്പുന്ന ആളെയും കൂടി കാണിക്കേണ്ടതെന്ന്. അങ്ങനെ വിളമ്പുന്ന ആളെയും കൂടി കാണിച്ചതാണ്. അങ്ങനെ പിന്നെ ചോറ് വന്നു. ചോറ് വന്ന് അപ്പുറത്തെ ചേച്ചി ചോറിന് കുഴിയാക്കിയിട്ടുണ്ടാക്കി സാമ്പാർ ഒഴിക്കാനായിരിക്കും. എന്നിട്ട് ഞാനാക്കിയത് എനിക്ക് അതിൻ്റെ ഓർമ്മയുണ്ടായിരുന്നില്ല. എന്നിട്ട് എനിക്ക് വയ്യ സാമ്പാർ അതിലേക്ക് തന്നെ ഒഴിച്ചു. അങ്ങനെയാണ്. അപ്പോൾ ഫുഡ് കഴിച്ചു. പിന്നെ പെണ്ണുങ്ങൾ എല്ലാവരും കളിച്ചില്ലേ, ഗേൾസ് എല്ലാവരും കളിച്ചില്ലേ, ഇനി ബോയ്സ് കസേരക്കളി കളിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ഇസ്ബ അവൾക്ക് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ച പാട്ട് പാടാമെന്ന്, അതാണ് ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നുള്ള. ഇത്ര തന്നെയാണ്. പിന്നെ എല്ലാവരും പാക്കെല്ലാം ചെയ്ത് പിന്നെ പോകലാന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.